ഡിസക്കെ പഞ്ഞിക്കാരനാണ്. 1.5 മാസമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് വോളിബോൾ കളിക്കുന്നുണ്ട്. പുതിയ അച്ഛൻ വന്നപ്പോൾ വോളിബോൾ കോച്ചിങ് തരാന്ന് പറഞ്ഞ് ഞങ്ങൾ വോളിബോൾ കളിക്കാൻ തുടങ്ങി. അതിന്റെ ഒരു ആവേശത്തിൽ ഈ തവണ നടന്ന പഞ്ചായത്ത് മേളയിൽ വോളിബോൾ ടൂർണമെന്റിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് അതും നമ്മുടെ സ്വന്തം ക്രിസ്തുരാജന്റെ മണ്ണിൽ വോളിബോളിൽ പേര് കേട്ട കൃഷ്ണൻകോട്ടയിൽ ഇറന്നിട്ട ടൂർണമെന്റ്. അധികം നാളായിട്ട് വോളിബോൾ കളിക്കാൻ തുടങ്ങി. അച്ഛനാണ് കൂടുതലായിട്ട് കളിക്കുക. ബാക്കി എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു അറിവുണ്ട്, ഒരു ചെറിയ രീതിയിൽ ടച്ച് ഉണ്ട്. അതിന്റെ ഒരു ആത്മവിശ്വാസം ബാക്കി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മളുടെ പഞ്ചായത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ നമ്മളെല്ലാം പങ്കെടുക്കണമെന്ന് ഓർത്ത് ഞങ്ങൾ അതിന് പോയതാണ്. ഫുട്ബോൾ ഞങ്ങൾ സ്ഥിരമായി ഇറങ്ങാറുണ്ട്, ക്രിക്കറ്റ് വല്ലപ്പോഴും ഇറങ്ങാറുണ്ട്. പക്ഷെ രണ്ടിനും ഇതുവരെ ഞങ്ങൾക്ക് സമ്മാനം കിട്ടില്ല. വോളിബോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. എല്ലാം കൊണ്ട് നല്ലൊരു ദിവസമായതുകൊണ്ട് നല്ല മത്സരം തന്നെ അവിടെ നടന്നിട്ട് നല്ല രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിരുന്നു. മത്സരം ഒന്നിനൊന്നിനും മികച്ചതായതുകൊണ്ട് ഓരോ ടീമുകളും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. ഇപ്പൊ നിങ്ങൾ കരുതും എല്ലാ തവണത്തെ പോലെ ഇവൻ പറയും ഞങ്ങൾക്ക് 2ാം സ്ഥാനം അല്ലെങ്കിൽ 8ാം സ്ഥാനം എന്നുള്ളതൊക്കെ. അതൊക്കെ ചരിത്രം കൂടെ മാറി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവണ ഫൈനലിൽ ഞങ്ങൾ വരെയും ചെയ്ത് ഈ തവണത്തെ ഫൈനലിൽ ഗ്രാമോത്സവത്തിന്റെ പഞ്ചായത്ത് മേളയുടെ വോളിബോളിന്റെ ട്രോഫി ഞങ്ങൾ എടുത്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാൽക്കൺസിന്റെ പിള്ളേർക്കും മൊത്തം ഒരു സ്വപ്നസുന്ദരമായ ഒരു നിമിഷമായിരുന്നു. ഇതുവരെ ഞങ്ങൾ 1ാം സ്ഥാനം ഒരു കൊടുത്തടിച്ചില്ല. 2ാം സ്ഥാനം 4ാം സ്ഥാനം അല്ലെങ്കിൽ അവസാന സ്ഥാനക്കാർ അങ്ങനെയൊക്കെ പുറത്താവരെ പതിവ്. ഇത് ആദ്യമായി ഞങ്ങൾ നേരിടുന്നത്. ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. കൂടെ നിൽക്കാൻ ഞങ്ങളുടെ പുയ്യക്കാർ മൊത്തത്തിൽ നടത്തുക. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഒന്നും കൂടി കൂട്ടിയത്. ഇതാണ് ഞങ്ങൾ കളിച്ച 6 പേര്. എണ്ണം പറഞ്ഞ 6 എണ്ണം. ആ കപ്പും കൂടി തൂക്കിയപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഞാൻ ഹാപ്പി, അവര് ഹാപ്പി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പഞ്ഞിക്കാരൻ പോണേ സുലാൻ.